എറണാകുളം എളമക്കരയിൽ പ്രവർത്തിക്കുന്ന DDRC ബിൽഡിംഗ് എന്ന സ്ഥാപനത്തിന്റെ മൂന്നാമത്തെ നിലയിലാണ് ഏതാണ്ട് 9 മണിയോടെ തീ പടർന്നു പിടിച്ചത്. വോൾക്കാനോ ഡാൻസ് കമ്പനിയാണ്, ഡാൻസ് സ്റ്റുഡിയോ ആണ് അവിടെ പ്രവർത്തിച്ചിരുന്നത്. തീ ഉയർന്നത് കണ്ട് നാട്ടുകാരാണ് ഫയർഫോഴ്സിനെ വിളിച്ച് വിവരം അറിയിച്ചത്. ഏതാണ്ട് ആ മൂന്നാമത്തെ നിലയിലുള്ള കെട്ടിടത്തിൽ പൂർണ്ണമായും തന്നെ തീ അകത്ത് പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കടവന്ത്രയിലും തൃക്കാക്കരയിലും ഫയർഫോഴ്സിന്റെ യൂണിറ്റുകളെത്തി തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 3 യൂണിറ്റാണ് എത്തിയിരിക്കുന്നത്. ഏതാണ്ട് തീ നിയന്ത്രണ വിധേയമാണ്. പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നിയന്ത്രണ വിധേയമാണ്. തുടർ ജോലികൾ ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് വരുന്നു. ആളുകൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമല്ല, അതുകൊണ്ട് തന്നെ എന്താണ് തീപിടുത്തത്തിന് കാരണം എന്നത് വ്യക്തമല്ല. വലിയ തോതിൽ തീ പടരുമായിരുന്നു. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തീ പടർന്നു പിടിച്ചു. പെട്ടെന്ന് തീ പിടിച്ചു. ഞാൻ ഓർഡർ ഉണ്ടായിരുന്നു ഇവിടെ. ഞാൻ പെട്ടെന്ന് വന്നപ്പോൾ ഇവിടെ ഇതായി. പുറത്തേക്കൊക്കെ വലിയ തോതിൽ തീ പടർന്ന ഉണ്ടായിരുന്നു. പുറത്തേക്ക് തീ ഇങ്ങനെ ഇതെടുക്കണ്ടായിരുന്നു, പൊട്ടിത്തെറിക്കണ്ടായിരുന്നു. വേഗം എത്താൻ പറ്റിയോ? അതിന് പെട്ടെന്ന് എത്തിയായിരുന്നു. റീസൺ എന്ന് പറഞ്ഞാൽ മുകളിൽ ഒരു ഡാൻസ് കമ്പനിയുടെ കുറേ ഡ്രസ്സുകളും അങ്ങനത്തെ ഒക്കെ ആയിരുന്നു അവർ സ്ഥിരം യൂസ് ചെയ്യണം ഡാൻസിനൊക്കെ വേണ്ടി. ആ ഷിഫോൺ പോലത്തെ മെറ്റീരിയൽ ആയിരിക്കും, അതുകൊണ്ട് പെട്ടെന്ന് ഫയർ ആയത്. എങ്ങനെയാണ് ഫയർ വന്നതെന്നുള്ള അവരറിയില്ല. ഫയർഫോഴ്സ് ഒരു 15-20 മിനിറ്റ് കൊണ്ട് ഫയർഫോഴ്സ് എത്തി. ഒരു 5-6 വണ്ടി വന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് പൂട്ടിയിട്ട് പോയ ബിൽഡിംഗ് ആണ്. ഇപ്പോൾ ഒരു വൈകുന്നേരം ഒരു 6-7 മണിയാകുമ്പോഴാണ് ഇത് ഫയർ ആയത്. താഴെയൊക്കെ DDRCന്റെ ബിൽഡിങ്ങും ഒപ്പം തന്നെ വെളിച്ചെണ്ണ വിൽക്കുന്ന കടകളും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടേക്ക് തീ പടർന്നു പിടിക്കുന്നതിന് മുമ്പ് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആളപായം സംഭവിച്ചിട്ടില്ല, ആർക്കും പരിക്കില്ല, ആരും താമസിച്ചിരുന്നില്ല ആ സമയത്ത് എന്നതാണ് ആശ്വാസകരമായത്. എന്തായാലും തീ ഏതാണ്ട് നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. 3 യൂണിറ്റാണ് ഫയർഫോഴ്സിന്റെ സ്ഥലത്തെത്തിയത്. അവർ തുടർ ജോലികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ ബിനു തോമസിനൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.